DCC പ്രസിഡന്റ് രാജിവെക്കാൻ തയ്യാറാകണം. എന്നും ഞങ്ങൾക്ക് ഇതുപോലെ ഓരോരുത്തരും മേളിൽ നിന്ന് കെട്ടിയിറക്കി തരാണ്. ഞങ്ങളുടെ ചോദിക്കൂ ഈ പ്രതിഷേധത്തിന്റെ കാരണം ഞങ്ങൾക്ക് അവിടെ പാർട്ടിയിൽ പ്രവർത്തിക്കാത്ത ഒരാളെ ഒരു 15-20 വർഷത്തിന്റെ മേലായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കാത്ത ഒരാളെ ഇപ്പോ മണ്ഡലം പ്രസിഡന്റാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം എന്നും ഞങ്ങൾക്ക് ഇതുപോലെ ഓരോരുത്തരും മേളിൽ നിന്ന് കെട്ടിയിറക്കി തരാണ്. ഞങ്ങളുടെ ചോദിക്കൂ, നമ്മൾ പ്രവർത്തകരാകുമ്പോൾ ഇത് ജനാധിപത്യമാണല്ലോ. ഈ ജനാധിപത്യത്തില് ഒന്ന് ചോദിക്കൂ, പറയൂ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹരിക്കാൻ ശ്രമിക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കണമല്ലോ, ആ ശ്രമിക്കാതെ എപ്പോഴും ഞങ്ങൾക്ക് മേളിൽ നിന്ന് ഇങ്ങനെ ഒരാളെ ഇറക്കി തരിക, ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല. ബാബുരാജ് ഇലക്ഷന് ബാബുരാജ് ഇലക്ഷന് പോലും ഇദ്ദേഹം വളരെ മോശമായ രീതി, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വളരെ മോശമായ രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. ഒന്ന്, DCC പ്രസിഡന്റ് രാജിവെക്കാൻ തയ്യാറാകണം. കാരണം തൃശ്ശൂർ ജില്ലയിൽ കനത്ത പരാജയത്തിന്, തൃശ്ശൂർ ജില്ലയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിടാൻ കാരണം എന്ന് പറയുന്നത് DCC പ്രസിഡന്റ് പോരായ്മയാണ്. ഇവിടെയുള്ള തോറ്റ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഇതിനകം തന്നെ KPCCക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പുതുക്കാട് മത്സരിച്ച ഞങ്ങളുടെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തിയെ തോൽപ്പിക്കാനായിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചത് അവിടെയുള്ള അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞ് അവർ തന്നെ ചെന്ന് പറയാണ് ബാബുരാജ് തോൽക്കുമെന്ന്. ഇദ്ദേഹം ഞങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് ചാനലുകാർ കേൾക്കണം. KPCC കൃത്യമായി ഞങ്ങൾക്കെല്ലാം വോട്ട് രേഖപ്പെടുത്താൻ, അതായത് വോട്ട് കണ്ടെത്താൻ വേണ്ടി സഹായിക്കാനായിട്ട് ബൂത്തുകളിലേക്ക് തന്ന ഫണ്ട് പോലും കാണാനില്ല. KPCC കൃത്യമായി മറ്റത്തൂരിലേക്കും പുതുക്കാടിലേക്കും തന്ന ഫണ്ടെല്ലാം ഇദ്ദേഹം കയ്യിൽ വെച്ചിട്ട് അവിടേക്ക് ആ ബൂത്ത് വോട്ട് ചേർക്കാൻ പോലും ഞങ്ങൾക്ക് സഹായം ലഭിച്ചിരുന്നു. പുതുക്കാടിന്റെ തോൽവിയിൽ ഏറ്റവും കൂടുതൽ പങ്കുകാരായിരിക്കുന്നത് ജോസഫ് ടാജറ്റ് ആണെന്ന് നിശേഷം പറയാൻ സാധിക്കും. കാരണം അതിന്റെ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിപാടികൾ പോലും അദ്ദേഹം അവിടെ ചെയ്തില്ല. അതിനുശേഷം മറ്റത്തൂരിൽ വളരെ കൃത്യമായി ഞങ്ങൾ പരിപാടികൾ നടത്തിയിരുന്നു.